ഹായ്, അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ബൂളിയൻ എക്സ്പ്രഷനെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ബൂളിയൻ എക്സ്പ്രഷനെ ട്രൂത്ത് ടേബിളിലേക്ക് ആക്കാനായിട്ടാണ് പോകുന്നത്. എ ട്രൂത്ത് ടേബിൾ ഈസ് സിംപ്ലി എ ലിസ്റ്റ് ഓഫ് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് വാല്യൂസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വാല്യൂസ്. ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കോമ്പിനേഷൻസിൻ്റെ ഇൻപുട്ട് കോമ്പിനേഷൻസിൻ്റെ ഒരു കളക്ഷനാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ ആൻ എക്സ്പ്രഷൻ വിത്ത് എ ഡൊമൈൻ ഓഫ് 2 വേരിയബിൾസ് ദർ ആർ 4 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ദോസ് വേരിയബിൾസ്. അതായത് ഒരു എക്സ്പ്രഷൻ നമുക്ക് വരിക 2 വേരിയബിൾസുള്ള ഒരു എക്സ്പ്രഷൻ, 2 വേരിയബിൾസിലുള്ള എക്സ്പ്രഷനിൽ എത്ര കോമ്പിനേഷൻ വരുമെന്ന് നോക്കാനായിട്ടാണ് ഈ ഇക്വേഷൻ 2⁻². ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വേരിയബിൾസ് ഉണ്ട്, 2⁻² എത്ര വേരിയബിൾസ് ഉണ്ട് അത്രയും കോമ്പിനേഷൻസ് ആ എക്സ്പ്രഷനിൽ വരും. ഇനി ഫോർ ആൻ എക്സ്പ്രഷൻ വിത്ത് എ ഡൊമൈൻ ഓഫ് 3 വേരിയബിൾസ്, അതായത് 3 വേരിയബിൾസ് ഉള്ള ഒരു എക്സ്പ്രഷൻ, അതിൻ്റെ അകത്ത് എത്ര കോമ്പിനേഷൻസ് വരും? 2⁻³ കോമ്പിനേഷൻസ്, അതായത് 8 കോമ്പിനേഷൻസ് വരും. അങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻസ് നോക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് constructing a truth table is to list all possible combinations of binary values of the variables in the expression. നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള വേരിയബിൾസിൻ്റെ നമ്പർ വെച്ചിട്ട് എത്ര കോമ്പിനേഷൻ വരും എന്ന് ആദ്യം ഒരു ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൺവേർട്ട് ദ SOP എക്സ്പ്രഷൻ ടു സ്റ്റാൻഡേർഡ് ഫോം ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓൾറെഡി. ഒരു സ്റ്റാൻഡേർഡ് ഫോം അല്ല നമ്മളുടെ SOP എക്സ്പ്രഷൻ എങ്കിൽ ആദ്യം അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫൈനലി പ്ലേസ് എ 1 ഇൻ ദ ഔട്ട്പുട്ട് കോളം ഫോർ ഈച്ച് ബൈനറി വാല്യൂ ദാറ്റ് മേക്സ് ദ സ്റ്റാൻഡേർഡ് SOP എക്സ്പ്രഷൻ എ 1 ആൻഡ് പ്ലേസ് എ 0 ഫോർ ഓൾ ദ റിമൈനിങ് ബൈനറി വാല്യൂസ്. നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കോളത്തിൽ നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആ കോമ്പിനേഷൻസ്, നമ്മുടെ കയ്യിലുള്ള എക്സ്പ്രഷനിലുള്ള കോമ്പിനേഷൻ എവിടെയാണോ വരുന്നത് അവിടെ 1 ഇട്ട് കൊടുക്കുക. ആ നേരെയുള്ള ഔട്ട്പുട്ടിൻ്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക. ഇത് SOPയിലാട്ടോ പറയുന്നത്. SOPയിൽ 1 ഇട്ട് കൊടുക്കുക, ബാക്കിയെല്ലാം 0 ഇട്ട് കൊടുക്കുക. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡെവലപ്പ് എ ട്രൂത്ത് ടേബിൾ ഫോർ ദ സ്റ്റാൻഡേർഡ് SOP എക്സ്പ്രഷൻ. ഇതൊരു സ്റ്റാൻഡേർഡ് SOP എക്സ്പ്രഷൻ ആണ്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് SOP എക്സ്പ്രഷൻ ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് SOP എക്സ്പ്രഷൻ ആണ്. ഇതിൻ്റെ അകത്ത് ആദ്യം നോക്കേണ്ടത് എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കുക. 1, 2, 3 3 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 2⁻3, അതായത് 2⁻3 8 കോമ്പിനേഷൻസ് വരും. 8 കോമ്പിനേഷൻസാണ് നമ്മളിവിടെ ഈ ട്രൂത്ത് ടേബിളിൽ ആദ്യം തന്നെ എഴുതേണ്ടത്. 8 കോമ്പിനേഷൻ എത്ര? 1, 2, 3, 4, 5, 6, 7, 8. 8 കോമ്പിനേഷൻസ് നമ്മൾ ആദ്യം ഒരു ട്രൂത്ത് ടേബിളിൽ ഇൻപുട്ടായിട്ട് കൊടുത്തു. എയും ബിയും സിയും എല്ലാം കൊടുത്തു. അതിൻ്റെ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? 0, 0, 0 എല്ലാം 0 ആകാം. എന്നിട്ട് അടുത്ത കോമ്പിനേഷൻ സി മാത്രം 1 ആവാം, ബാക്കി 0 ആവാം. അടുത്ത കോമ്പിനേഷനോ ബി മാത്രം 1 ആവാം, ബാക്കിയെല്ലാം 0 ആവാം. അടുത്തത് ബിയും സിയും 1 ആവാം, എ മാത്രം 0 ആവാം. അടുത്തതോ എ 1 ആവാം, ബാക്കി രണ്ടും 0 ആവാം. അടുത്തത് എയും സിയും 1 ആവാം, ബി 0 ആവാം. അടുത്തത് എയും ബിയും 1 ആവാം, സി 0 ആവാം, ബാക്കി എല്ലാം 1 ആവുന്നു. ഇത്രയും കോമ്പിനേഷൻസ് വരും ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഔട്ട്പുട്ട് കോളം നമ്മൾ എങ്ങനെയാണോ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, SOP ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ ഏതൊക്കെ കോമ്പിനേഷൻസ് ചെയ്യുമ്പോഴാണോ ആദ്യത്തെ ഈ ടേം കിട്ടുന്നതെന്ന് നോക്കണം. ഇതിൻ്റെ ടേം ഏതൊക്കെയാണ്? A ബാർ, B ബാർ, C. A ബാർ എന്ന് പറയുമ്പോൾ SOPക്കകത്ത് A ബാർ എന്ന് പറയുമ്പോൾ 0, B ബാർ എന്ന് പറയുന്നതോ 0. SOPയുടെ കാര്യം മാത്രം കേട്ടോ ഇത്. C എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ ഇതെവിടെയാണ് നോക്കുക? 0, 0, 1 എന്നുള്ള ഇൻപുട്ട് എവിടെയാണ് കിട്ടുന്നത് നോക്കുക. അത് രണ്ടാമതാണ് കിട്ടുന്നത്. 0, 0, 1 അതിൻ്റെ നേരെ 1 ഇടണം. ആ എക്സ്പ്രഷൻ, അതായത് ഈ ടേം എവിടെയാണോ കിട്ടുന്നത്
അതിൻ്റെ നേരെ മാത്രം 1 ഇടണം. ഇനി അടുത്തത് രണ്ടാമത്തെ ടേം നോക്കുക. എ ബി ബാർ സി ബാർ. എ എന്ന് പറയുന്നത് 1, ബി ബാർ എന്ന് പറയുന്നത് 0, സി ബാർ എന്ന് പറയുന്നതും 0. അതെവിടെയാണെന്ന് നോക്കുക. 1 0 0 എവിടെയാണ് വരുന്നത്? 1 0 0 ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ നേരെ മാത്രം 1 ഇടണം. SOPയിൽ 1 ഇടണം. ഈ ടേം വരുന്നിടത്ത് 1 ഇടണം. ഇനി അടുത്ത ടേം എ ബി സി. എ ബി സി എന്ന് പറഞ്ഞാൽ 1 1 1. 1 1 1 വരുന്നത് എവിടെയാണ്? ഇവിടെ. അവിടെയും മാത്രം 1 ഇട്ടു. ഈ ടേംസ് എവിടെയൊക്കെയാണ് വരുന്നത്? അവിടെ മാത്രം 1 ഇട്ടു. ബാക്കിയെല്ലാം 0. ഇങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വരയ്ക്കേണ്ടത്. SOPയുടെ ട്രൂത്ത് ടേബിൾ വരയ്ക്കേണ്ടത്. ഇനി POSൻ്റെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു POS സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനാണ്. POSൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇതും സ്റ്റാൻഡേർഡ് ആക്കണം. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷൻ്റെ അകത്ത് ആദ്യം ഇതിൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കണം. എത്ര വേരിയബിൾസ് ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ 3 വേരിയബിൾസ്. പോസിബിൾ കോമ്പിനേഷൻസ് എത്രയാണ്? 2⁻3. അതായത് 8 കോമ്പിനേഷൻ. 8 കോമ്പിനേഷൻ ആദ്യം എഴുതണം. 1 2 3 4 5 6 7 8. 8 കോമ്പിനേഷൻ നമ്മൾ ആദ്യം എഴുതി. 8 കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം. ആദ്യത്തെ ടേം നോക്കണം. ആദ്യത്തെ ടേം ഏതാ? എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സി നമ്മൾ POSൽ എഴുതുമ്പോൾ ആദ്യം എയുടെ എത്രയാണെന്ന് നോക്കുക. എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാണെന്ന് നോക്കുക. നമ്മളുടെ POSൽ ബാർ വരുന്നത് 1ഉം ബാർ വരാത്തത് 0യാണ് POSൽ. അപ്പോൾ എയുടെ എഴുതുമ്പോൾ ഇവിടെ 0, എയുടെ 0, കാരണം ബാർ വന്നിട്ടില്ല. POSൽ ബാർ വരാത്തത് 0. അപ്പോൾ ബിയും 0, സിയും 0. ഈ കോമ്പിനേഷൻ എവിടെയാണെന്ന് നോക്കുക. ആ കോമ്പിനേഷൻ ആദ്യം തന്നെ 0 0 0. അവിടെ ഔട്ട്പുട്ടായിട്ട് 0 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. POSൽ 0 ആണ് ഔട്ട്പുട്ടായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അത് ഇവിടെ നമുക്ക് കിട്ടും. അങ്ങനെ തന്നെ അടുത്ത് നോക്കുക. എ പ്ലസ് ബി ബാർ പ്ലസ് സി. ഇതിൻ്റെ അകത്ത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, കാരണം ബാറില്ലാത്തതുകൊണ്ട്. ബിയുടെ അവിടെ ബാർ വന്നു, അതുകൊണ്ട് 1. ഇവിടെ സി, അത് 0. അപ്പോൾ 0 1 0 എവിടെയാണെന്ന് നോക്കുക. 0 1 0 കോമ്പിനേഷൻ ഇതാണ്. അതിൻ്റെ നേരെ മാത്രം 0 ഇട്ട് കൊടുക്കുക ഔട്ട്പുട്ടായിട്ട്. അവിടെ ആ എക്സ്പ്രഷൻ എഴുതുക. അങ്ങനെ ബാക്കി എല്ലാം എഴുതുക. ബാക്കി 0 വരാത്ത സ്ഥലത്തെല്ലാം 1 ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് POSൻ്റെ കേസിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ SOPയുടെ കേസിൽ നമ്മൾ ഔട്ട്പുട്ടായിട്ട് എഴുതേണ്ടത് 1ഉം POSൻ്റെ കേസിൽ ഔട്ട്പുട്ടായിട്ട് 0യും. പിന്നെ SOPയിൽ ബാർ വരുന്നത് 0യും POSൽ ബാർ വരുന്നത് 1ഉം. അത് ശ്രദ്ധിക്കണം. നമ്മളുടെ ട്രൂത്ത് ടേബിളിൽ സ്റ്റാൻഡേർഡ് ഫോം ഔട്ട്പുട്ട് എഴുതുന്നത് ആണ് ഈ പറയുന്നത്. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞായിരുന്നു. ഔട്ട്പുട്ട് SOPയിൽ ഔട്ട്പുട്ട് എഴുതുന്നത് 1 ആയിട്ടും POSൽ ഔട്ട്പുട്ട് എഴുതുന്നത് 0 ആയിട്ടും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് K മാപ്പ്. K മാപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് K മാപ്പ് യൂസ് ചെയ്യുന്നത്. K മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഒരു 3-5 വേരിയബിൾസിൻ്റെ 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷനാണ് K മാപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു n വേരിയബിൾസ് ഉള്ള ഒരു എക്സ്പ്രഷനാണ് ഒരു ബൂളിയൻ. n വേരിയബിൾസ് ഉള്ള ഒരു ബൂളിയൻ എക്സ്പ്രഷനാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന സെല്ലുകളുടെ എണ്ണം 2n ആയിരിക്കും. അതായത് പോസിബിൾ കോമ്പിനേഷൻസ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു 2 വേരിയബിൾ മാത്രം എക്സ്പ്രഷൻ, 2 വേരിയബിൾ മാത്രമുള്ളൊരു എക്സ്പ്രഷന് എൻ്റെ K മാപ്പാണിത്. അപ്പോൾ 2 വേരിയബിളുള്ളൂ, 0യും 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2⁻², 2⁻², 4 സെല്ലുകൾ. ഇത് 1 2 3 4 സെല്ലുകളുള്ളൊരു K മാപ്പാണ് ഇത്. ഇനി ഇത് 3 വേരിയബിളിൻ്റെ ഒരു K മാപ്പാണ്. 3 വേരിയബിളിൻ്റെ K മാപ്പ് വരയ്ക്കുമ്പോൾ 2⁻3 കോമ്പിനേഷൻസ് വരും. അപ്പോൾ 8 സെല്ലുകൾ വരും. 8 സെല്ലുകൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇത് 0 0 0 0.
അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് 001 001 1. അടുത്തതോ അടുത്ത കോമ്പിനേഷൻ ഏതാ 010 ആണ് 2ൻ്റെ ബൈനറി, അതുകൊണ്ട് 2 മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ. ഇനി അടുത്തതോ 011 അത് 3 മാർക്ക് ചെയ്യണം. ഇനി അടുത്തത് കോമ്പിനേഷൻസ് എവിടെയാണോ അവിടെയാണ് ആ സെല്ല് മാർക്ക് ചെയ്യേണ്ടത്. കോമ്പിനേഷൻസ് വെച്ചാണ് സെല്ല് മാർക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തോ 100 അത് 4. ഇനി 101 അത് 5. ഇനി 111 അത് 7ൻ്റെ ബൈനറി, അതുകൊണ്ടാണ് 7 ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി 6ൻ്റെ ബൈനറി എത്രയാണ് 110 അത് 6 ഇവിടെ മാർക്ക് ചെയ്തു. അതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ല് കോളം റോയും നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ല് എവിടെയാണോ അത് മാർക്ക് ചെയ്യണം. ഇത് 4 വേരിയബിൾസ് ഉള്ളൊരു കെ മാപ്പ്. ഇതിൻ്റെ അകത്ത് പോസിബിൾ കോമ്പിനേഷൻസ് 0001 11 10, ഇവിടെയും 0001 11 10. ഇനി 0000 ഇവിടെയാണ് ഫസ്റ്റത്തെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി 0001 ഇവിടെ 1, ഇവിടെ 0യും 000 എന്ന് പറഞ്ഞാൽ ഇവിടെ 0, ഇവിടെ 1. ഇനി അടുത്ത 2 എവിടെയാണ് വരേണ്ടത് 0010 ആണ് 2ൻ്റെ ബൈനറി, അതുകൊണ്ട് 2 ഇവിടെ. ഇനി 0011 അത് 3യുടെ ബൈനറി, അതുകൊണ്ട് 3 ഇവിടെ. പിന്നെ ഇവിടെ 4 5, ഇവിടെ 6, ഇവിടെ 7. ഇനി അടുത്തത് വരുന്നത് 8. 8ൻ്റെ ബൈനറി 1000 ആയ, അതുകൊണ്ട് 8 ഇവിടെ. 8 9 10 ഇവിടെ 11 12 13 14 15 15 സെല്ലുകളാണുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മൾ ഓർഡറിൽ എഴുതി പോകുമ്പോൾ ഇവിടെയുള്ള കോളം ഇവിടെയും ഇവിടെയുള്ള കോളം ഇവിടെയും, പിന്നെ റോയിലോ ഇവിടെയുള്ളത് ഇവിടെയും ഇവിടെയുള്ളത് ഇവിടെയും ഓർഡറിൽ എഴുതാൻ നേരത്ത് 0 1 2 3 4 5 6 7. അടുത്തത് ഇവിടെ 8 9 10 11 12 13 14 15 അങ്ങനെയാണ് എഴുതേണ്ടത്.